വജ്രം അധ്യായം 28. അടുത്തേക്ക് വരുംതോറും ഗീതയുടെ നേത്രങ്ങൾ ജ്വലിക്കുന്നത് ജയപ്രകാശ് കണ്ടു. പത്രക്കാരെ തടയാൻ ജയപ്രകാശിന് കഴിഞ്ഞില്ല. പലപ്പോഴും അവർ തനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. പിണക്കുന്നത് ബുദ്ധിയല്ല. നാസർ ഒരു പോളോറൈഡ് ക്യാമറ ക്ലിക്ക് ചെയ്തു. ജയപ്രകാശും വിജിലൻസ് ഓഫീസർമാരും നിൽക്കുന്ന ഫോട്ടോ വെളിയിലേക്ക് വന്നു. സാർ, താങ്കളുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചതിനെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഗീത ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, അതെന്റെ മകന്റെ കാറാണ്. അപ്പോൾ സഞ്ജയിന് കള്ളക്കടത്തുണ്ടായിരുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നു അല്ലേ? ഇല്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇത് ചതിയാണ്. അതായത് കെന്നഡിയെ ചതിച്ചതുപോലെ അല്ലേ? അല്ല, ജയപ്രകാശ് പെട്ടെന്ന് തിരുത്തി. അതെ. അപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ജോൺ കെന്നഡി നിരപരാധിയാണെന്നും അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നും താങ്കൾക്ക് ഉറപ്പുണ്ട്? ഗീത തന്നെ കൊടുക്കുകയാണെന്ന് ജയപ്രകാശിന് മനസ്സിലായി. അതൊന്നും എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ പോലീസുകാരുണ്ട്, വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരാണ് സഞ്ജയന്റെ കാറിൽ നിന്നും ബ്രോട്ടസിന്റെ വീട്ടിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ശത്രുക്കൾ എന്റെ പൊളിറ്റിക്കൽ ഇമേജ് തകർക്കാൻ വേണ്ടി ചെയ്ത ചതിപ്രയോഗമാണെന്ന്. ആരൊക്കെയാണ് താങ്കളുടെ ശത്രുക്കൾ? അത് പിന്നീട് ഞാൻ തെളിയിക്കും. അർജുൻ താങ്കൾക്ക് വേണ്ടി ഡ്രഗ്സ് കടത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ആ തൊഴിൽ താങ്കൾ ഇപ്പോഴും തുടരുന്നുവെന്നതല്ലേ സത്യം? അല്ല. ആര് പറഞ്ഞു അർജുൻ എനിക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്തിയെന്ന്? അർജുൻ സമ്മതിച്ചതാണ്. അവൻ എന്റെ മകനെ കൊന്ന ക്രിമിനലാണ്. അവൻ പറയുന്നതെല്ലാം കള്ളമാണ്. അർജുനെ വാടകയ്ക്കെടുത്തത് സാറ് തന്നെയല്ലേ? ഗെറ്റ് ഔട്ട്! ജയപ്രകാശ് അലറി. ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു? നീ ആരോടാണ് സംസാരിക്കുന്നത്? ഗീത കുലുങ്ങിയില്ല. സാർ വെറുതെ വിട്ടതല്ലോ. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ. പകരം എന്റെ അച്ഛനെ കൊന്നില്ലേ? ആര് കൊന്നെന്ന്? അത് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് സാർ. സാർ ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞതുപോലെ അവനെ ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ ശിക്ഷ കൊടുക്കുമെന്ന് സാർ ഉറപ്പു പറഞ്ഞതല്ലേ? ജയപ്രകാശ് ഗീതയെ തുറച്ചു നോക്കി. എന്തൊക്കെയോ വിവരങ്ങൾ അവൾക്ക് കിട്ടിയെന്ന് അയാൾക്ക് തോന്നി. വീടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ജയപ്രകാശിന്റെ ഉള്ളു വിറച്ചു. വേട്ടനായ്ക്കളുടെ ഘ്രാണശക്തിയുള്ള ആ ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്നെങ്കിലും ലഹരി മരുന്നുകൾ കണ്ടെടുത്തുന്ന ഓരോ നിമിഷവും അയാൾ ഓർത്തുകൊണ്ടിരുന്നു. സാർ, സഞ്ജയ് എവിടെയാണെന്നാണ് പറഞ്ഞത്? സഞ്ജയ് ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നെയൊന്നും എനിക്കറിയില്ല. പക്ഷേ സഞ്ജയും ബ്രോട്ടസും ഇവിടെയുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. കള്ളം! നിങ്ങളോട് ആരാണ് ഈ നുണകളൊക്കെ പറഞ്ഞത്? ജയപ്രകാശ് ക്ഷോഭിച്ചു. ഞങ്ങൾ പറഞ്ഞത് സത്യമല്ലേ യമുന ചേച്ചി? ഗീത യമുനയെ നോക്കി. വിജിലൻസ് സൂപ്രണ്ട് തോമസും ശിവനും യമുനയെ നോക്കി. യമുന ഒന്നും പറഞ്ഞില്ല. അവൾ സത്യം പറയുമോ എന്ന ഭയം ജയപ്രകാശിനുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്താതെ വെളിയിൽ കാത്തു നിൽക്കൂ. ഡോണ്ട് ഡിസ്റ്റർബ് അസ്, തോമസ് റിപ്പോർട്ടേഴ്സിനോടായി പറഞ്ഞു. നാസറെ, ഗീത വിളിച്ചു. നാസർ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് തോമസിനെയും ജയപ്രകാശിനെയും കാണിച്ചു. ഇത് ഞങ്ങൾ അല്പം മുമ്പെടുത്ത ഫോട്ടോയാണ്. സഞ്ജയും ബ്രോട്ടസും ഔട്ട് ഹൗസിന്റെ പിന്നിലെ ഗേറ്റിനടുത്ത് കിടക്കുന്ന കാറിൽ കയറുന്ന രംഗമാണിത്. അവർ ആ വഴിക്ക് പുറപ്പെട്ടു പോയി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ചെറിയൊരു പിഴവ്, ഗീത പറഞ്ഞു. പ്രിവെന്റിംഗ് ഓഫീസർ ശിവൻ ജയപ്രകാശിനെ നോക്കി. ജയപ്രകാശ് വിയർക്കുകയായിരുന്നു. സെർച്ച് കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വന്നു. ജയപ്രകാശിന്റെ ഹൃദയമിടിപ്പ് കൂടി. ഇവിടെ ഒന്നും ഇല്ല സാർ. അവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഹൃദയം തണുത്തതുപോലെ ഒരു മരവിപ്പുണ്ടായി. ജയപ്രകാശ് സെറ്റിയിൽ തളർന്ന് ഇരുന്നു. ശത്രുവിന് തന്റെ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. തൽക്കാലം രക്ഷപ്പെട്ടു. അയാൾ അറിയാതെ ഒരു നിശ്വാസം ഉയർന്നു. ജയപ്രകാശിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഗീത അടുത്തു കണ്ട ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ കെന്നഡിയെ വിളിച്ചു. വെൽ ഡൺ കമ്മീഷണർ സാർ. ആ ജയപ്രകാശിന്റെ വീട്ടിൽ നിന്ന് കൂടി കുറെ മയക്കുമരുന്ന് പിടിച്ചെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാളുടെ കയ്യിൽ വിലങ്ങ് വീണേനെ. അവൾ സന്തോഷത്തിലായിരുന്നു. എന്താണ് ഗീത ഈ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? കെന്നഡി ചോദിച്ചു. എന്തിനാ സാറേ എന്നോട് ഈ വേലയൊക്കെ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. വേറെ ആർക്കാ ജയപ്രകാശിനോട് ഏറ്റുമുട്ടാൻ ധൈര്യം വരിക? അയാളുടെ വീട്ടിൽ നിന്നുകൂടി പിടിക്കേണ്ടതായിരുന്നു. അതിനവിടെ സെർച്ച് ചെയ്തത് ഞാനല്ലല്ലോ. അപ്പോൾ അതവിടെ ഉണ്ടെന്നാണോ? എവിടെ? ഞാനിപ്പോൾ വിവരം കൊടുക്കാം വിജിലൻസിന്, അവൾ ത്രില്ലോടെ ചോദിച്ചു. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെയ്യുന്നവരെ വിജിലൻസ് എന്ന് വിളിക്കാമോ? ആ, അതൊന്നും വേണ്ട. ഇത്രയാണെങ്കിലും പത്രക്കാർക്കൊരു തകർപ്പൻ ഇരയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിത് തകർക്കും. അർജുന് മുമ്പുള്ള ജയപ്രകാശിന്റെ കള്ളക്കടത്ത് ബന്ധങ്ങൾ വരെ ഞാൻ വെളിയിൽ കൊണ്ടുവരും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിനക്ക് പേടിയില്ലേ പെണ്ണെ? ഞാൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അനുഭവിപ്പിക്കാതെ അയാളെ ഞാൻ വിടില്ല.
അശോകന്റെ മോളാ ഞാൻ. അച്ഛന്റെ നിലവിളി ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അയാളും അതുപോലെ നിലവിളിക്കും. നിയമം കയ്യിലെടുക്കാനാണോ ഗീതയുടെ ഭാവം? കെന്നഡിയുടെ ശബ്ദം മാറി. നിയമം കയ്യിലുണ്ടായിട്ട് സാറെന്താ ചെയ്തത്? എന്റെ അച്ഛനെ കൊന്നവന്റെ ഒരു രോമം കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഗീതേ? അത് പറഞ്ഞ് നമ്മൾ വഴക്ക് കൂടണ്ട. ഇപ്പോഴത്തെ ത്രില്ലങ്ങ് പോകും. സഞ്ജയനും ബ്രോട്ടസും ജീവനം കൊണ്ട് ഓടുന്നതൊന്ന് കാണേണ്ടതായിരുന്നു. തിരിച്ചടിയെന്ന് പറഞ്ഞാൽ ഇതാണ്. ഗുഡ് ബൈ, പിന്നെ കാണാം. ഞാൻ ഈ വിവരമൊക്കെ റോസ്മേരിയോടും സാറിന്റെ അമ്മയോടും പറയട്ടെ. ഗീത ഫോൺ വെച്ചു. ഗീത പറഞ്ഞത് കേട്ട് കെന്നഡിയുടെ അമ്മ വിളിച്ചിരുന്നു. അതുതന്നെ വേണം അവർക്ക്. ഞങ്ങളെ ഇവിടെ നിർത്തി തീ തീറ്റിച്ചതല്ലേ അവന്മാര്. റോസ്മേരിക്ക് സന്തോഷം അടക്കാനായില്ല. ഗീതേച്ചി, ഈ വാർത്ത സഞ്ജയനും ബ്രോട്ടസും ഓടുന്ന ഫോട്ടോ സഹിതം കൊടുക്കണം പത്രത്തിൽ. പ്രിയപ്പെട്ട നേതാവ് ആരാണെന്ന് അനുയായികളൊന്ന് അറിയട്ടെ. റോസ്മേരി സന്തോഷത്തോടെ ഗീതയെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് ശ്വാസം മുട്ടിപ്പോയി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ കെന്നഡിയുടെ അമ്മയുടെ മുഖത്തൊരു വിഷാദം നിഴൽ പരത്തി. എന്താണമ്മേ, പെട്ടെന്ന് മൂഡൌട്ടായല്ലോ? ഗീത ചോദിച്ചു. മക്കളെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. എന്താണമ്മേ? റോസ്മേരി തിരക്കി. ആ ദുഷ്ടന്മാരുടെ അഹങ്കാരം തീരട്ടെ. അതിനമ്മ എന്തിനാ പേടിക്കണേ? അവര് എന്തിനും മടിയില്ലാത്തവരാ. അശോകന്റെ കാര്യം മറന്നോ നിങ്ങള്? എന്റെ മോനാണെങ്കിൽ എവിടെയും ഒറ്റയ്ക്ക് നടക്കുന്നവനാ. പതിയിരുന്ന് അപകടപ്പെടുത്താൻ ജയപ്രകാശിന് കൂലിക്കൊലയാളികളുണ്ട്. അയാളുടെ പക വല്ലാത്തതാണ്. അയാൾ ആരോഗ്യ ചവിട്ടി താഴ്ത്തിയും ഇല്ലാതാക്കിയുമാണ് അധികാരവും പണവും ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയില്ല. കുറെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ മുഖം മ്ലാനമായി. റോസ്മേരി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. പൊന്നമ്മേ, അമ്മ ഇത്ര തൊട്ടാവാടിയായിപ്പോയല്ലോ. നീചന്മാർക്ക് എന്നായാലും ഒരവസാനമുണ്ടമ്മേ. അതിവിടെയാണ്. അമ്മയുടെ മോനും ഈ ഗീതേച്ചും കൂടി അവരെ തകർത്തു കളയും. സത്യവും നീതിയും എന്നെങ്കിലും ജയിക്കേണ്ടേ അമ്മേ? നിനക്ക് അതൊക്കെ പറയാം. നിന്റെയൊക്കെ പ്രായം അതാണ്. പക്ഷേ പെറ്റു വളർത്തിയ അമ്മയ്ക്ക് മക്കളുടെ ദേഹത്തൊരു പോറൽ വീണാലുണ്ടാകുന്ന വേദന അറിയാവുള്ളൂ. 2 മക്കളെയും കയ്യിലേൽപ്പിച്ചിട്ട് നിങ്ങളുടെ പപ്പ മരിക്കുമ്പോൾ സഹായത്തിന് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റോസ്മേരിയും ഗീതയും വല്ലാതായി. ഗീത അമ്മയുടെ കണ്ണുകൾ തുടച്ചു. ആ ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ടമ്മേ. എല്ലാ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളും, അവൾ പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛനെ കൊന്നപ്പോൾ തന്നെ അവർക്ക് എന്നെയും കൊല്ലാൻ പാടില്ലായിരുന്നോ? ഗീത ഒരു വിധത്തിൽ റോസ്മേരിയുടെ അമ്മയെ സമാധാനിപ്പിച്ചിട്ടാണ് പുറപ്പെട്ടത്. ഓഫീസിൽ ചെന്ന ഉടനെ ഗീത വീട്ടിലേക്ക് ഫോൺ ചെയ്തു. സീതയോട് വിവരങ്ങൾ പറഞ്ഞു. സീതയ്ക്ക് അത് കേട്ടപ്പോൾ മനസ്സ് കുളിർത്തു. അവൾ ഫോൺ വെച്ചിട്ട് ദേവുവിന്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ചേച്ചിയാ വിളിച്ചത്. മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ പോലീസ് ജയപ്രകാശിന്റെ മകൻ സഞ്ജയനെയും ആ ഇൻസ്പെക്ടർ ബ്രോട്ടസിനെയും തിരയുന്നു. അവർ ഒളിവിലാണത്രേ. ദേവു അമ്പരപ്പോടെ കേട്ടുനിന്നു. സീത തുടർന്നു. വെറും പോലീസുകാരല്ല, വിജിലൻസുകാരാ അന്വേഷിക്കുന്നത്. അവർ എവിടെ വിളിച്ചിരുന്നാലും വിജിലൻസുകാർ തപ്പിയെടുക്കും. അത്രയ്ക്ക് സാമർഥ്യക്കാരാ. നാളത്തെ പത്രത്തിൽ വാർത്ത വരും. ദേവു ഒന്നും പറഞ്ഞില്ല. തങ്ങളെ പീഡിപ്പിച്ചവരെ ശിക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് തന്റെ മോൾക്ക് അപകടമുണ്ടാകുമോ എന്ന ചിന്ത എപ്പോഴും അവരെ വധിച്ചുകൊണ്ടിരുന്നു. ആ അമ്മ ഒന്നും പറഞ്ഞില്ല. പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു. എംപിയുടെ കാറിൽ ലഹരിമരുന്ന് കള്ളക്കടത്ത്, മകൻ ഒളിവിൽ. പത്രം കിട്ടിയ ഉടനെ ജയപ്രകാശ് അത് കണ്ടു. അപ്പോൾ തന്നെ ഫോൺ മണിയടിച്ചു. ജയപ്രകാശ് അറ്റൻഡ് ചെയ്തു. മറുവശത്ത് ദേവരാജനായിരുന്നു, കണ്ണൂരിൽ നിന്ന്. എടോ നാറിയ നേതാവേ, തന്നെ പോലൊരുത്തന്റെ മകനാണല്ലോടോ ഞാൻ എന്റെ മകളെ തന്നത്. ഇതിനേക്കാൾ ഭേദം ഞാനവളെ കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു. ജയപ്രകാശ് ഞെട്ടി. എന്താ ദേവരാജേ ഇങ്ങനെയൊക്കെ പറയുന്നത്? നൗ ഐ ആം ഇൻ എ ഡെസ്പറേറ്റഡ് മോഡ്. ഡെസ്പറേറ്റഡ് അല്ല, നീ തന്തയ്ക്ക് പിറന്നവനായിരിക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിന്റെ മോൻ പോലും തന്തയ്ക്ക് പിറന്നതല്ലെന്ന്. ദേവരാജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അയാൾ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ക്ഷോഭിച്ചിട്ടുമില്ല. ദേവരാജെ, ഞാൻ പറയുന്നത് താനോ? ജയപ്രകാശിനെ കൊണ്ട് പറയാൻ ദേവരാജ് സമ്മതിച്ചില്ല. നീയൊരു പുല്ലും പറയണ്ടടാ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവരാ. അവരുടെ മുന്നിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം ഞാൻ വെടിവെച്ച് ചാകുന്നതാ. ഇത്രയും പണമില്ലേടോ? ലോകത്തിലുള്ള സകല ബാങ്കിലും സമ്പാദിച്ചു കൂട്ടിയിട്ടില്ലേ? ചത്താൽ താനിതൊക്കെ നിന്റെ അമ്മേനെ കെട്ടിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ? പിന്നെ എന്തിനാ ഈ കള്ളക്കടത്ത് കൂടി നടത്തുന്നത്? ദേവരാജെ, ഞാൻ പറയട്ടെ. നീയൊന്നും പറയണ്ടടാ നാറി. ഞാൻ എന്റെ മകളെ കൊണ്ടുവരും. അവളിനി നിന്റെ വീട്ടിൽ താമസിക്കണ്ട. ജയപ്രകാശ് വിയർത്തുപോയി. ആരാ അങ്കളെ? അടുത്തേക്ക് വന്ന യമുന ചോദിച്ചു. ജയപ്രകാശ് അവളെ തുറച്ചു നോക്കി. ഒരു സുഹൃത്താ. മോള് പൊയ്ക്കോ.
അയാൾ സ്വയം നിയന്ത്രിച്ചു. ഉള്ളിൽ കനൽ കത്തുകയായിരുന്നു. ഡാഡിയുടെ പേര് പറയുന്നത് കേട്ടല്ലോ അങ്കിൾ, യമുന പിന്നെയും ചോദിച്ചു. നിന്നോടല്ലേ അകത്തേക്ക് പോകാൻ പറഞ്ഞത്? അതൊരു ഗർജനമായിരുന്നു. ജയപ്രകാശിൽ അമർത്തി വെച്ചിരുന്ന ക്ഷോഭം പുറത്തു ചാടി പൊട്ടിത്തെറിച്ചു. ആദ്യമായാണ് അയാൾ യമുനയോട് അങ്ങനെ സംസാരിച്ചത്. യമുന ജയപ്രകാശിനെ നോക്കി. രണ്ട് വജ്രങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ചതുപോലെ അവരുടെ ദൃഷ്ടികൾ കൂട്ടിമുട്ടി. സീത സ്വീകരണ മുറിയിലിരുന്ന് വാരിക വായിക്കുകയായിരുന്നു. ദേവു അടുക്കളയിൽ തിരക്കിലായിരുന്നു. മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സീത എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്നു. കാറിൽ നിന്നിറങ്ങി വരുന്ന ജയപ്രകാശിനെ കണ്ട് അവൾ ഞെട്ടി. കുറെ ഗുണ്ടകൾ. ജയപ്രകാശ് അകത്തേക്ക് വന്നു. അയാളുടെ ഭാവം അവളെ നടുക്കിക്കളഞ്ഞു. ആ കണ്ണുകൾ കത്തുകയായിരുന്നു. അമ്മേ, നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയ അവളുടെ നേരെ അയാൾ റിവോൾവർ ചൂണ്ടി. അധ്യായം 29. സീത ഒരു കൈത്തോക്ക് നേരിൽ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. ജയപ്രകാശിന്റെ ഭാവവും ആ തോക്കും അവളെ അടിമുടി ഉലച്ചു കളഞ്ഞു. സീതയുടെ കാലുകൾ മരവിച്ചു പോയി. ജയപ്രകാശ് അടുത്തു വന്ന് അവളുടെ തോളിൽ പിടിച്ചു. അപ്പോഴവൾ ഈയല് പോലെ വിറച്ചു. പകച്ചു നോക്കുന്ന കണ്ണുകളിലെ ഭീതി കണ്ട് അയാൾ പുഞ്ചിരിച്ചു. സീത ബോധം കെട്ട് കുഴഞ്ഞു വീഴുമെന്ന് തോന്നി. അടുക്കളയിലായിരുന്ന ദേവു സീതയുടെ നിലവിളി കേട്ടു. 4-5 നിമിഷം ശ്രദ്ധിച്ചിട്ടും മറ്റൊരു ശബ്ദവും കേട്ടില്ല. സീതയെ അവർ വിളിച്ചു. മറുപടി കിട്ടാതെ വന്നപ്പോൾ കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന പാത്രം വെച്ചിട്ട് നനഞ്ഞ കൈ തോർത്തിൽ തൂത്തുകൊണ്ട് ദേവു തിരക്കിട്ട് വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. അശോകന്റെ മരണശേഷം അസാധാരണമായി കേൾക്കുന്ന ഓരോ ശബ്ദവും ദേവുവിന്റെ നെഞ്ചിനകത്ത് ഒരു എരിച്ചിലുണ്ടാക്കുമായിരുന്നു. വിസിറ്റിംഗ് റൂമിലെ കാഴ്ച കണ്ടപ്പോൾ പൊള്ളലേറ്റതുപോലെ ഒരു ശബ്ദം ദേവുവിൽ നിന്നുണ്ടായി. വാ വാ, നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത്, ജയപ്രകാശ് പറഞ്ഞു. ദേവുവിന്റെ കാലുകൾ ചലിച്ചില്ല. രണ്ടുപേർ ജയപ്രകാശിന്റെ പിന്നിൽ വെളിയിലേക്കുള്ള വാതിൽക്കൽ നിൽക്കുകയാണ്. സീതയെ ജയപ്രകാശ് പിടിച്ച് ശില പോലെ നിർത്തിയിരിക്കുകയാണ്. ഭീതി കൊണ്ട് ദേവുവിന്റെ ഹൃദയം ത്രസിച്ചു. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ മോൾ എന്നെ വിടാൻ ഭാവമില്ല അല്ലേ? ജയപ്രകാശ് ദേവുവിനോട് ചോദിച്ചു. ഭർത്താവ് മരിച്ചിട്ടും നിങ്ങൾക്ക് പാഠമായില്ല അല്ലേ? ദേവുവിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷമെല്ലാം മഞ്ഞു വീണ് തണുത്തതുപോലെ ദേഹമാസകലം മരവിക്കുന്നു. മറ്റാർക്കും കൊടുക്കാത്ത മര്യാദ ഞാൻ നിങ്ങൾക്ക് തന്നു. അതാ ഞാൻ ചെയ്ത തെറ്റ്, ജയപ്രകാശ് തുടർന്നു. നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മാനമല്ലേ? നിങ്ങളെ ഞാനിതുവരെ തൊട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ വരുത്തി. ഓരോ വാക്കും ദേവുവിന്റെ ഹൃദയാന്തരങ്ങളിൽ തറഞ്ഞിറങ്ങി. നിങ്ങളുടെ മകൾ നിങ്ങളെ ഒന്നൊഴിയാതെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഗീതയോട് പറഞ്ഞതാണ്. വല്ല വിധേനയും ദേവു പറഞ്ഞപ്പിച്ചു. ശബ്ദം തന്റേതല്ലെന്ന് അവർക്ക് തോന്നി. മകൾ അനുസരിച്ചില്ല. പുരുഷന്മാരെക്കാൾ വലിയ തന്റെ ഇടമാണ് അവൾക്ക്. അച്ഛനേക്കാൾ മിടുക്കിയാകാൻ അവൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ ശാന്തമായിട്ടായിരുന്നു ജയപ്രകാശിന്റെ സംസാരം. നിർവികാരതയോടെ കരളിലേക്കൊരു കത്തി കയറ്റുന്നത് പോലെ. അതാണ് ദേവുവിനെ കൂടുതൽ ഭയചകിതയാക്കിയതും. സാർ, ഞാനും എന്റെ മോളും നിസ്സഹായരാണ്, നിരപരാധികളാണ്, സീതയുടെ ദയനീയ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കാരണം നിരപരാധിയായ എന്റെ മകൻ മരിച്ചു. അവനെ കൊന്നവനെ അവൾ രക്ഷിച്ചു. നിരപരാധിയായ എന്റെ മരുമകൾ വിധവയായി. അവളുടെ 5 വയസ്സുള്ള കുഞ്ഞിന് അച്ഛനില്ലാതെയായി. അറിയാമോ നിങ്ങൾക്ക്? ജയപ്രകാശ് എല്ലാ കണക്കുകളും തീർക്കാൻ പോവുകയാണെന്ന് ദേവുവിന്റെ മനസ്സ് മന്ത്രിച്ചു. ആരെങ്കിലും അവിടേക്ക് വന്നില്ലെങ്കിൽ ഹൃദയം പൊട്ടി താൻ പിടഞ്ഞു വീഴുമെന്നവർക്ക് തോന്നി. ഗീത ഇവിടെയില്ല. ദേവുവിന്റെ കവിളിണയിലൂടെ കണ്ണീർ തുള്ളികൾ ഉരുണ്ടു വീണു. എനിക്കറിയാം, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൾ എനിക്കും എന്റെ മോനുമെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ്. ജയപ്രകാശിന്റെ ചുണ്ടുകളുടെ കോണിൽ ഒരു പരിഹാസ ചിരിയുണ്ടായി. നാളെ അവൾ അതേ ഓഫീസിലിരുന്ന് നിങ്ങളുടെ ചരമക്കുറിപ്പ് എഴുതും. സൂര്യൻ അസ്തമിച്ചതുപോലെ ദേവുവിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. സാർ, ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്. ഞങ്ങൾ നിരപരാധികളാണ്. എപ്പോഴും വീഴുന്നത് നിരപരാധികളുടെ രക്തമാണ്. ഞങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ നിങ്ങൾ 2 രക്തസാക്ഷികളാകുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ദേവു അത് കേട്ട് ജയപ്രകാശിനെ തുറച്ചു നോക്കി. കണ്ണുകൾ നിറഞ്ഞതിനാൽ അവൾക്കയാളെ പുകയായി പ്രത്യക്ഷപ്പെട്ട പ്രേതത്തെ പോലെയാണ് കാണാൻ കഴിഞ്ഞത്. ഗീതയുടെ അനിയത്തിയല്ലേ ഇവൾ? ജയപ്രകാശ് സീതയെ നോക്കി. അതെ. ദേവുവിന്റെ ചുണ്ടുകൾ വിറച്ചു. ചേച്ചിക്ക് നിന്നോട് തീരെ സ്നേഹമില്ല അല്ലേ? ജയപ്രകാശ് അവളുടെ കണ്ണുകളിൽ നോക്കി. സീതയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല.
എന്താ മോടെ പേര്? സീത മരവിച്ചു നിൽക്കുന്നത് കണ്ട് ദേവു മുഖവും കണ്ണുകളും തുടച്ച് ശക്തി സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, സീത. നല്ല പേര്. പുരാണത്തിലെ സീത അഭിമാനം നഷ്ടപ്പെട്ടപ്പോൾ ഭൂമി പിളർന്നാണ് ദേഹത്യാഗം ചെയ്തത്. ദേവു, ഞാനീ സീതയെ കൊണ്ടുപോകുന്നു. സീത ഞെട്ടിയതുപോലെ ഒന്ന് വിറച്ചു. അയ്യോ സാറേ, എന്തിനാണെന്റെ മോളെ കൊണ്ടുപോകുന്നത്? ദേവു അടുത്തേക്ക് ഓടിവന്ന് നിലവിളിച്ചു. ഗുണ്ടകൾ മുന്നോട്ട് വന്ന് ജാഗരൂകരായി നിന്നു. നിങ്ങളുടെ മൂത്ത മോൾക്ക് ഇനിയും ചിലതൊക്കെ നഷ്ടപ്പെടുമെന്ന് അറിയിക്കാൻ. അവൾ പത്രത്തിൽ എഴുതട്ടെ. അവൾക്ക് ചൂടുവാർത്തകളല്ലേ വേണ്ടത്? ജയപ്രകാശ് പുഞ്ചിരിച്ചു. ദേവു കൈകൂപ്പി നിന്ന് യാചിച്ചു. സാറേ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളെന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? അവളുടെ ജോലി നിർത്താൻ ഇന്നും ഞാൻ അവളോട് പറഞ്ഞതാ. അനുസരിച്ചില്ല അല്ലേ? പറയാനല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും സാറേ? കൊല്ലാൻ പറ്റുമോ? കൊല്ലണ്ട. അവളെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കാം. ലക്ഷക്കണക്കിന് അനുയായികളെ കൂടെ നിർത്തുന്ന എനിക്ക് അവളെ നിർത്തേണ്ടിടത്ത് നിർത്താൻ അറിയാം. ഞാനിത് കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അവൾക്ക് അനിയത്തിയെ ആവശ്യമില്ലല്ലോ. പക്ഷേ എന്റെ മകളെ എനിക്ക് വേണം സാറേ. ഞാൻ കാല് പിടിക്കാം. ഇവളെ കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപമാനിക്കണ്ട. ഞങ്ങളെ കൊന്നിട്ട് പൊയ്ക്കോളൂ. ദേവുവിന്റെ കണ്ണുനീർ അണപൊട്ടിയൊഴുകി. ദേഹം ആലില പോലെ വിറച്ചു. നിങ്ങളെ കൊന്നാൽ ഞാൻ കൊലയാളിയാകും. അച്ഛൻ മരിച്ചിട്ട് മനസ്സ് മാറ്റാത്ത അവൾ നിങ്ങൾ മരിച്ചാൽ മനസ്സ് മാറ്റുമോ? സാറേ, ഗീതയുടെ ജീവന ഇവള്. ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ. ദേവുവിന്റെ ശബ്ദം മുറിഞ്ഞു. അവളുടെ മനസ്സ് നോവും ജയപ്രകാശ് പൂർത്തിയാക്കി. അതാണെനിക്ക് വേണ്ടത് സാറേ. ഇനി അവൾ ഒന്നും എഴുതൂല. സത്യം, ഞാൻ ഉറപ്പു തരാം. ഉറച്ച തീരുമാനമെടുത്തതുപോലെ ദേവു പറഞ്ഞു. അവൾ ഇനി ജോലിക്ക് പോവില്ല. എന്റെ മോളെ ഉപദ്രവിക്കരുത്. നിങ്ങളെയൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇവളെ പിടിച്ചു കൊണ്ടുപോടാ, ജയപ്രകാശ് നിർദ്ദേശിച്ചു. പൊന്നു സാറേ, അവളുടെ കാല് ഞാൻ തല്ലിയൊടിച്ച് മുറിക്കകത്തിട്ട് പൂട്ടും. ഞാൻ ജയിലിൽ പോയാലും വേണ്ടിയില്ല. എന്റെ മോളെ കൊണ്ടുപോകരുത്. കൂടെയുണ്ടായിരുന്നവർ സീതയുടെ ഇരുവശത്തും അമർത്തി ചുമലിൽ പിടിച്ചപ്പോൾ ദേവു ജയപ്രകാശിന്റെ കാലിൽ വീണു. എന്റെ മോളെ കൊണ്ടുപോകരുത്. ചുടുകണ്ണീർ ജയപ്രകാശിന്റെ ഹാഫ് ഷോ വിട്ട പാദങ്ങളിൽ വീണു. അമ്മേ. സീതയുടെ നിലവിളി കേട്ടപ്പോൾ ദേവു ആ കാലുകളിൽ അമർത്തിപ്പിടിച്ചു കരഞ്ഞു. നിങ്ങൾ പറഞ്ഞത് വാക്കാണോ? ജയപ്രകാശ് ചോദിച്ചു. അതെ, സത്യം, സത്യം. എന്റെ അശോകേട്ടനാണേ. ശരി. ജയപ്രകാശ് സീതയെ വിടാൻ ആംഗ്യം കാണിച്ചു. അവൾ സ്വതന്ത്രയായി. വെള്ളത്തിൽ കിടക്കുന്ന പ്രേതത്തെ പോലെ സീതയുടെ മുഖം വിളറിപ്പോയിരുന്നു. ഇനി ഞാനിവിടെ വരേണ്ടി വന്നാൽ അവസാനിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ദേവുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ജയപ്രകാശ് മുറിവിട്ടുപോയി. ഓടിയണത്തതുപോലെ കിതച്ചുകൊണ്ട് ദേവു ജയപ്രകാശും ഗുണ്ടകളും കാറിൽ കയറി പോകുന്നത് നോക്കി നിന്നു. കാറിന്റെ ശബ്ദം അവസാനിച്ചപ്പോൾ ദേവു തിരിഞ്ഞ് സീതയെ നോക്കി. മോളെ. സീതയുടെ കൃഷ്ണമണികൾ പിന്നോട്ട് മറിഞ്ഞു. ഒന്നുലഞ്ഞ ശേഷം അവൾ മോഹാലസ്യപ്പെട്ടു വീണു. തണുത്ത വെള്ളം മുഖത്ത് തളിച്ചപ്പോൾ സീത കണ്ണു തുറന്നു. ദേവു അവളെ സോഫയിലിരുത്തി. അരക്കൊപ്പിയോളം തണുത്ത വെള്ളം അവൾ കുടിച്ചു തീർത്തു. തളർന്ന് ചാരിയിരുന്ന അവൾക്ക് അരമണിക്കൂർ കഴിഞ്ഞാണ് സംസാരിക്കാൻ കഴിഞ്ഞത്. അമ്മേ, നമുക്ക് പോലീസിൽ അറിയിക്കാം. എങ്ങനെയാ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? ഇനി പോലീസിന്റെ കൂടി കുഴപ്പമേയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവു ദേഷ്യപ്പെട്ടു. ചേച്ചി അനുസരിക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? അവളെ ഞാൻ അനുസരിപ്പിക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. പറയുന്നത് പോലെ എളുപ്പമാണോ അമ്മേ ഇതൊക്കെ? അതെ, കാണിച്ചു തരാം ഞാൻ. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു. അമ്മ എന്തു പറഞ്ഞാലും ചേച്ചിയുടെ മനസ്സ് മാറില്ല. എനിക്കറിയാം ചേച്ചിയെ. അത്രയ്ക്ക് വാശിയില്ല ചേച്ചി. എന്നാൽ ഭർത്താവില്ലാത്തതുപോലെ ഒരു മകളുമില്ലെന്ന് ഞാൻ കരുതും. അതിന് കഴിയുമോ അമ്മയ്ക്ക്? കഴിയും. കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടി ജയപ്രകാശ് ഇവിടെ വരുന്നത് ഞാൻ കാണില്ല. എനിക്ക് മരിക്കാൻ നിന്റെയൊന്നും അനുവാദം വേണ്ടല്ലോ. വേണോടി? സീത ഉൾക്കിടിലത്തോടെ അമ്മയെ നോക്കി. ആ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം അവൾ കണ്ടു. സംഭവിച്ചതിനേക്കാൾ വലുതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് തോന്നി. എന്റെ അമ്മേ. സീത ദേവുവിനെ കെട്ടിപ്പിടിച്ചു. കൈവിട്ടു പോകാതിരിക്കാനായി ഹൃദയത്തിലേക്ക് ചേർത്തണച്ച് ആവാഹിക്കുന്നത് പോലെ. 6 മണിക്കാണ് ഗീത വന്നത്. ഈവനിംഗ് എഡിഷൻ പത്രവും അവൾ കൊണ്ടുവന്നിരുന്നു. നോക്കമ്മേ, ജയപ്രകാശിന്റെ ബിനാമികൾ ഓരോന്നായി പൊങ്ങി വരുന്നത്. അയാളെ ഞാൻ പുകച്ചു കൊല്ലും. ഗീത പത്രം അമ്മയുടെ നേരെ നീട്ടി വലിയ വാർത്ത കാണിച്ചു. സീത ചേച്ചിയെ മിഴിച്ചു നോക്കി. നീ പുകച്ചു കൊല്ലുന്നത് അയാളെയല്ല, ഞങ്ങളെയാണ്.
ദേവു പൊട്ടിത്തെറിച്ചു. അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗീത അമ്പരപ്പോടെ ചോദിച്ചു. ദേവു പത്രം പിടിച്ചു വാങ്ങി ചീന്തി എറിഞ്ഞു. നീ ഇനി പത്രത്തിലും പോകുന്നില്ല, ഒരിടത്തും പോകുന്നില്ല. ഈ അമ്മയ്ക്ക് എന്തു പറ്റി? എന്റെ മനസ്സിലെത്തി കിടണമെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അതിൽ നിന്നെന്നെ ആർക്കും തടയാനാവില്ല. ഗീത പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവളുടെ കരണത്ത് അടി വീണു. കൊല്ലും ഞാൻ നിന്നെ, ദേവു അലറി. ഗീതയുടെ മരവിച്ച കവൾത്തടത്തിൽ വീണ്ടും അടി വീണു. സീതയ്ക്ക് പോലും തടയാനായില്ല. അധ്യായം 30. അടികൊണ്ട ഗീത പുളഞ്ഞുപോയി. കണ്ണുകളിൽ തീ പാറി. അമർത്തിവെച്ചിരുന്ന ക്ഷോഭം മുഴുവൻ ദേവുവിൽ നിന്ന് കുതിച്ചു ചാടി. അവർ മകളുടെ ഇരുകരണത്തും മാറി മാറി അടിച്ചു. ഗീത ഒന്ന് തടുക്കാൻ പോലും തുനിയാതെ നിന്നുകൊണ്ടു. അടികൊള്ളുമ്പോൾ അവളുടെ മുഖം ഇരുവശത്തേക്കും ചലിക്കുക മാത്രം ചെയ്തു. കവളുകളിൽ നിന്ന് ചോര തെറിക്കുമെന്ന് തോന്നിയപ്പോൾ സീതയ്ക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുന്നോട്ടാഞ്ഞ് അമ്മയെ വട്ടം പിടിച്ച് പിന്നോട്ട് മാറ്റി. അമ്മ എന്താ ചേച്ചീനെ തല്ലിക്കൊല്ലാൻ പോവാണോ? അതേടി, ഇവളെയും കൊന്നിട്ട് നമ്മളും ചാവുന്നു. അല്ലാതെ എത്ര നാളാ ഇങ്ങനെ ജീവിക്കണത്? ദേവു കിതച്ചുകൊണ്ടലറി. നീ അനുഭവിച്ചതല്ലേ ജയപ്രകാശ് ഇവിടെ വന്ന് ചെയ്തതെന്താണെന്ന്? ജയപ്രകാശ് അവിടെ വന്നിരുന്നുവെന്ന് കേട്ടപ്പോൾ ഗീത വേദനയെല്ലാം മറന്നുപോയി. അവൾ അമ്മയെ നോക്കി. അവര് നിന്നെ പിടിച്ചുകൊണ്ടു പോയിരുന്നെങ്കിൽ ഇവൾ വന്ന് രക്ഷിക്കുമായിരുന്നോ? പത്രത്തിലെഴുതി മാലോകരെ മുഴുവൻ അറിയിക്കാനല്ലാതെ ഒരു പെണ്ണിന്റെ മാനം പോയാൽ തിരിച്ചെടുക്കാൻ ഇവളുടെ തന്റേടം കൊണ്ട് സാധിക്കുമോ? ദേവു ചോദിച്ചു. മകളുടെ കരണത്ത് തിണർത്ത് കിടക്കുന്ന വിരൽപ്പാടുകൾ കണ്ടപ്പോൾ ക്ഷോഭത്തിനിടയിലും ദേവുവിന്റെ മാതൃഹൃദയം നൊന്തു. ഒരു തുള്ളി കണ്ണീര് പോലും ആ നയനങ്ങളിൽ പൊടിഞ്ഞിട്ടില്ല. എന്റെ ഈശ്വര! ദേവു തളർന്ന് സോഫയിലേക്ക് വീണു. സീത മുന്നോട്ട് ചെന്നു. സാരമില്ല ചേച്ചി, അമ്മ വിഷമം കൊണ്ടാ. ഗീത അവളുടെ തോളിൽ പിടിച്ചു. ജയപ്രകാശ് എപ്പോഴാ വന്നത്? ഉച്ചയ്ക്ക്. അയാൾ ഇവിടെ വന്ന് എന്താ ചെയ്തേ? ഒന്നുമില്ല ചേച്ചി. പറയടി, കള്ളം പറയരുത്. ഗീതയുടെ ആജ്ഞാശബ്ദത്തിന് മുന്നിൽ അവൾ പതറിപ്പോയി. സീത പറഞ്ഞത് കേട്ടപ്പോൾ ഗീതയുടെ കരുവാളിച്ച കവളുകൾ വിറച്ചു. കണ്ണുകൾ പതറി. തോക്കും കൊണ്ട അയാൾ വന്നത്. സീത പറഞ്ഞു നിർത്തി. നിനക്കവന്റെ കരടത്തടിക്കാൻ പാടില്ലായിരുന്നോടി? ഗീത ചോദിച്ചു. സീത മിണ്ടിയില്ല. ദേവ മുഖമുയർത്തി ഗീതയെ നോക്കി. നീ ഇനി ഞങ്ങളെ ഭരിക്കാൻ വരുവാണോടി? അമ്മ ശബ്ദമുയർത്തി. അതെന്ന് തന്നെ കരുതിക്കോ. ഗീതയുടെ ശബ്ദം അതിലും ഉയർന്നു. അക്രമം കാണിക്കുമ്പോൾ പ്രതികരിക്കാനും ശേഷി വേണം, അല്ലാതെ സ്വന്തം തലയിലെഴുത്തിനെ ശപിക്കുകയല്ല വേണ്ടത്. ദേവു എന്തെങ്കിലും പറയാൻ തുടങ്ങിയപ്പോൾ ഗീത സമ്മതിച്ചില്ല. കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന കത്തി കൊണ്ട് അമ്മയ്ക്ക് അയാളെ വെട്ടിയെരിഞ്ഞ് ഇവിടെ ഇടാൻ മേലായിരുന്നു. എന്നെ തല്ലിയ കൈകൾ അപ്പോഴും അമ്മയ്ക്കില്ലായിരുന്നു. തോക്ക് കാണിച്ച് വിരട്ടാനല്ലാതെ ഇവിടെ ഒരു വെടിവെട്ടിക്കാൻ അയാൾക്കാവൂല. അങ്ങനെ ചെയ്താൽ എന്താവും സംഭവിക്കുന്നതെന്ന് അയാൾക്കറിയാം. ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോകും പോലും. അതിനിടയിലെ ഒരുത്തനെ വീടിക്കാൻ കഴിയില്ലേ അമ്മയ്ക്ക്? കൊന്നു കളഞ്ഞാൽ കോടതി പോലും വെറുതെ വിടും. ഗീത അനിയത്തിയെ നോക്കി. വിളിച്ചു പോവാൻ മേലായിരുന്നോടി നിനക്ക്? അയൽക്കാർ ഓടി വരില്ലായിരുന്നോ? പിന്നെ അയാൾ മറുപടി പറയാതെ ഇവിടെ നിന്ന് പോകുമെന്ന് കരുതുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞപ്പോൾ വന്ന് പ്രസംഗിക്കാൻ ചേച്ചിക്ക് വലിയ മിടുക്ക. ജീവൻ കളഞ്ഞ ഞങ്ങളിവിടെ നിന്നത്. സീത ആദ്യമായി ചേച്ചിയുടെ നേരെ ശബ്ദമുയർത്തി. ജീവൻ പോകുമെന്നുറപ്പായെങ്കിൽ പിന്നെ എന്തു നോക്കാനാടി? അവനെ കടിച്ചു മുറിക്കാനെങ്കിലും കഴിയുമായിരുന്നില്ലേ? മരിക്കുകയാണെങ്കിൽ അന്തസ്സോടെ ആയിരിക്കണം. നമ്മുടെ അച്ഛൻ ചെയ്തതും അതാ. ചതിച്ചു കൊല്ലാൻ ആർക്കും കഴിയും. ഇരന്നു വാങ്ങിയ ജീവനും കൊണ്ട് എത്ര നാൾ കഴിയുമെടി? അതെ, ഞങ്ങൾ നിന്നെപ്പോലെ തന്റേടമുള്ളവരല്ല. പക്ഷേ ഇനി നീ ആ ജോലിക്ക് പോകേണ്ട. ഈ വീട് വിട്ട് വെളിയിലിറങ്ങാൻ പാടില്ല. ദേവു കൽപ്പിച്ചു. എന്തിന്? ആ ക്രിമിനലിനെ പേടിച്ചോ? പറയുന്നതനുസരിച്ചോ? അല്ലെങ്കിൽ നിന്നെ തല്ലുകയല്ല ഞാൻ ചെയ്യുന്നത്, കാല് തല്ലി ഓടിക്കും. നീ മാത്രമല്ല എനിക്ക് മകളായുള്ളത്. ഇവൾക്ക് ഒരു ജീവിതമുണ്ട്. നീ ഇവളെ കൊലയ്ക്ക് കൊടുക്കരുത്. ദേവു എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനെ കൊന്നവന്റെ അടിമയായി അവനെ പേടിച്ച് ഞാനിവിടെ കഴിയണമെന്ന് അല്ലേ? അതേടി, പേടിക്കേണ്ടവരെ പേടിക്കണം. ഇവനെയൊന്നും പേടിക്കുകയല്ല വേണ്ടത്. പേപ്പട്ടെ പോലെ തല്ലിക്കൊല്ലണം. നീ ആരാ പട്ടിപിടുത്തക്കാരിയോ? പോടിയകത്ത്, അല്ലെങ്കിൽ പൊയ്ക്കോ എവിടേക്കെങ്കിലും. ദേവു കൈ ചൂണ്ടി. എന്റെ അച്ഛനെപ്പറ്റി അഭിമാനം കൊള്ളുന്നവളാ ഞാൻ. അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കും, അച്ഛനെ കൊല്ലുന്നത് കണ്ടവളാ ഞാൻ. എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചവനെ വെറുതെ വിടണോ ഞാൻ? നടുക്കായലിൽ വെച്ച് എന്നെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചതാണവന്റെ മകൻ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി അവർക്കറിയില്ലെന്ന് ഗീത ഓർത്തത്. വിടില്ല ഞാൻ ഒരുത്തനെയും. ഞാൻ അവനെയല്ല, ഇപ്പോൾ അവൻ എന്നെയാണ് ഭയക്കുന്നത്. നീ ആരാടി? ഉണ്ണിയാർച്ചയോ? പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ സ്ഥാനത്ത് നിൽക്കണം. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തു. കെഞ്ചി കാല് പിടിച്ചിട്ടാ ഇവളെ എനിക്ക് കിട്ടിയത്. ഇനി അയാൾ ഇവിടേക്ക് വന്നാൽ പിന്നെ നമ്മളാരും ജീവിച്ചിരിക്കില്ല. ദേവു കോപത്തോടെ അടുത്തേക്ക് വന്നു.
പലവട്ടം മരണത്തെ കണ്ടവളാ ഞാൻ. എനിക്കയാളെ പേടിയില്ല. ഞങ്ങൾക്ക് പേടിയുണ്ട്. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് പേടിയാ. നീ കാരണമല്ലേ അച്ഛൻ മരിച്ചത്. അമ്മേ, അതേടി, നിനക്ക് വേണ്ടിയ അച്ഛൻ വീണ്ടും റിപ്പോർട്ടറായത്. അപ്പോൾ ഞാനാണ് അമ്മയ്ക്ക് മനസമാധാനം തരാത്തത് അല്ലേ? അതെ, എനിക്ക് മാത്രമല്ല, ഇവൾക്കും, ദേവു പറഞ്ഞു. അമ്മയുടെയും സീതയുടെയും മനസമാധാനം കളഞ്ഞുകൊണ്ടെനിക്ക് ജീവിക്കണ്ട. അച്ഛനെ കൊന്നതും ഞാനാണെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ അവരെ ഞാൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലണം. ഗീത പിന്തിരിഞ്ഞു. സംഗതി ഇത്രത്തോളമാകുമെന്ന് സീതയും കരുതിയില്ല. അവൾ അമ്മയെ നോക്കി. അമ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. അമ്മേ, ചേച്ചി പോണോ? വിളിക്ക്. ദേവു അനങ്ങിയില്ല. അവൾക്കെന്നെ വേണ്ടെങ്കിൽ പോട്ടെ. ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, സന്ധ്യയാകുന്നു. ചേച്ചി വേറെ എവിടെ പോകും? അവൾ മുതിർന്നവളല്ലേ, അമ്മയെക്കാളും അച്ഛനേക്കാളും വളർന്നവൾ. അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് സീതയ്ക്ക് തോന്നി. ചേച്ചി. ഗേറ്റ് കടന്ന ഗീതയുടെ പിന്നാലെ അവൾ ഓടിച്ചെന്നു. സീത ഗേറ്റിലെത്തിയപ്പോൾ ഗീത ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതാണ് കണ്ടത്. ചേച്ചി. അവൾ കുഴഞ്ഞു വീഴാതിരിക്കാനായി ഗേറ്റിൽ ബലമായി പിടിച്ചു. തങ്ങൾ സ്വന്തം വിഷമത്തെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ചേച്ചിയുടെ വിഷമത്തെപ്പറ്റി ചിന്തിച്ചില്ല. മനസ്സ് നൊന്താണ് ചേച്ചി പോയിരിക്കുന്നത്. സീത ഏറെ നേരം അവിടെ നിന്നു. ഇരുട്ട് വീഴുകയും തെരുവ് വിളക്കുകൾ കത്തുകയും ചെയ്തു. സീത തിരിച്ചു വരുമ്പോൾ അമ്മ സോഫയിലിരുന്ന് നിശബ്ദയായി കണ്ണീരൊരുക്കുകയായിരുന്നു. അവള് പോയോ മോളെ? അവൾ തലകുലുക്കി. അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അവൾ ഇങ്ങനെ ചെയ്യാമോ? അവൾ പഠിപ്പുള്ളവളല്ലേ? ദേവുവിന്റെ ശബ്ദം നേർത്ത് ദുർബലമായി. ഞാനെന്റെ കുഞ്ഞിനെ തല്ലി. ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. മുറിയിലെങ്ങും ലൈറ്റില്ല. സീത ലൈറ്റിട്ടു. അവൾ റോസ്മേരിക്ക് ഫോൺ ചെയ്തു. റോസ്മേരി, ഗീതേച്ചി എവിടെയുണ്ടോ? ഇല്ലല്ലോ. എന്താ സീതേ, നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? റോസ്മേരി, ചേച്ചി പിണങ്ങിപ്പോയി. എവിടെ പോയെന്നറിയില്ല. സീത കരയുകയായിരുന്നു. എന്താടീ കാര്യം, പറ. സീത പറഞ്ഞത് കേട്ടപ്പോൾ റോസ്മേരിക്കും വിഷമമായി. ഞാൻ അമ്മയെ വിളിക്കാം. റോസ്മേരി ഫോൺ വെച്ചിട്ട് അമ്മയെ വിളിക്കാൻ പോയി. ഗീത ജയപ്രകാശിന്റെ വീട്ടിലേക്ക് ചെന്നു. പോലീസുകാരോട് അനുമതി വാങ്ങിയിട്ട് അവൾ പൂമുഖത്തേക്ക് കയറിയപ്പോൾ ഒരാൾ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രൂപഭാവങ്ങളിൽ നിന്ന് അയാൾ തന്റെ വീട്ടിൽ വന്നവരിൽ ഒരാളാണെന്ന് അവൾക്ക് തോന്നി. സ്വീകരണ മുറിയിലെ കസേരയിൽ രാജാവിനെ പോലെ ഇരിക്കുകയായിരുന്നു ജയപ്രകാശ്. രണ്ടുപേർ അടുത്ത് നിൽപ്പുണ്ട്. വരണം റിപ്പോർട്ടറെ, ഇരിക്കൂ. ഗീതയെ കണ്ടപ്പോൾ അയാൾ ക്ഷണിച്ചു. അകത്തെ കർട്ടന് പിന്നിൽ യമുന മറഞ്ഞോ എന്ന് ഗീതയ്ക്കൊരു സംശയം തോന്നി. ഇരിക്കാൻ വന്നതല്ല സാർ. വീണ്ടും എന്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നതിനു മുമ്പ് അങ്ങയുടെ അടുത്തേക്ക് വന്ന് മരിക്കാമെന്ന് കരുതി. ഞാൻ കാരണം നിരപരാധികളായ എന്റെ അമ്മയും അനുജത്തിയും ശിക്ഷിക്കപ്പെടേണ്ടല്ലോ. ഗീത കനത്ത ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ജയപ്രകാശിന്റെ പ്രസന്നഭാവം മാറി. കൂടെയുള്ളവരുടെയും. രണ്ട് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ തോക്കും ഗുണ്ടകളുമായി വന്ന് ഭീഷണിപ്പെടുത്തുന്നത് അന്തസ്സായി തോന്നിയോ ജനലക്ഷങ്ങളുടെ നേതാവിന്? എടി, മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ നിന്നെ. നേതാവിനെ കുറ്റം പറഞ്ഞത് ഒരുവന് സഹിച്ചില്ല. താൻ മിണ്ടല്ലേടോ. തന്നോടല്ല ഞാൻ സംസാരിക്കുന്നത്. വല്ലവർക്കും വേണ്ടി പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടു കൊടുക്കുന്ന നീയൊക്കെ മനുഷ്യനാണോടാ? നിന്റെ വീട്ടിലുള്ളവരെയും ഇങ്ങനെ തന്നെ ചെയ്യുമോ? അയാളുടെ വായടച്ചു പോയി. അയാൾ നേതാവിനെ നോക്കി. ഗീതേ. ജയപ്രകാശ് എഴുന്നേറ്റു. നിങ്ങൾക്കെന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പ്രതികാരം ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താണ് നിങ്ങളുടെ തീരുമാനം? ജയപ്രകാശ് ആ തന്റേടി പെണ്ണിനെ തുറച്ചു നോക്കി. എന്റെ വീട്ടിൽ വന്ന് ഒരുത്തിയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കൊന്നില്ലേ നിങ്ങൾ എന്റെ അച്ഛനെ? തെളിവില്ലെന്നോർത്ത് ഇരിക്കുകയാവും. ആ കൂലിക്കൊലയാളികളെ ഞാൻ കണ്ടുപിടിക്കും. വെറുതെ വിടുമെന്ന് കരുതണ്ട. ഗീത കൂസലില്ലാതെ പറഞ്ഞു. എന്റെ വീട്ടിൽ വന്ന് സീതയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാനില്ലാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ അവളെ തൊട്ട കൈ ഞാൻ വെട്ടിയേനെ. ജയപ്രകാശിന്റെ കവളിലെ മാംസപേശികൾ തുടിച്ചു. ഗുണ്ടകൾ കൈകൾ കൂട്ടിത്തിരുമി. എന്താ കൊല്ലാത്തത്? തോക്കും ഗുണ്ടകളും ഇപ്പോഴുമുണ്ടല്ലോ. പ്രതികാരം ചെയ്യുന്നത് നേരിട്ടാണ്. പതിയിരുന്ന് ആക്രമിക്കുന്നത് ചെറ്റത്തരമാണ്. എടി, ജയപ്രകാശ് അലറി. അറിയാം, ചെറ്റകൾക്ക് ചെറ്റത്തരമേ അറിയൂ. ഗീത പതറിയില്ല. ജന്മനാ ഉള്ള സ്വഭാവം 100 വർഷം കഴിഞ്ഞാലും മാറില്ല. എടി, നീ ആരോടാണ് കളിക്കുന്നത്? ജയപ്രകാശ് മുരണ്ടു. ഞാൻ ജനിച്ചത് തീയിലാണ്. ഗീത പുച്ഛഭാവത്തിൽ ചിരിച്ചു. ജയപ്രകാശിന്റെ കണ്ണുകൾ കത്തി. ഇനി എന്റെ വീട്ടിൽ ചെന്ന് ആണും പെണ്ണും കെട്ട ഭീഷണി വേണ്ട. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്തോണം. ഞാൻ മരിക്കാൻ തയ്യാറായാണ് വന്നത്. ഇവിടെ കുത്തിച്ചാവണോ? ജയപ്രകാശ് അനങ്ങിയില്ല. കണ്ണുകൾ തിളങ്ങി. തീക്കളി സൂക്ഷിച്ചു വേണം. ബി കെയർഫുൾ.
ജയപ്രകാശിന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞിട്ട് ഗീത തിരിഞ്ഞു നടന്നു. ആ പട്ടിച്ചയെ ഒറ്റ ചവിട്ടിന് കൊല്ലണ്ടേ സാർ. ഗുണ്ടകൾ അടുത്തു വന്നു. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അരുതെന്ന് അയാൾ വിലക്കി. അവൾക്കിവിടെ വെച്ച് ഒന്നും സംഭവിക്കരുത്. ഗീത ഗേറ്റ് കടന്നു പോയപ്പോൾ ജയപ്രകാശ് ഫോണെടുത്തു. പിന്നെ അടുത്തെവിടെയെങ്കിലും യമനയുണ്ടോ എന്ന് നോക്കി. കെന്നഡിയും അമ്മയും കൂടിയാണ് ഗീതയുടെ വീട്ടിൽ ചെന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയോ കുഞ്ഞെ? ദേവു പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഗീത ജയപ്രകാശിന്റെ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് പോലീസുകാർ പറഞ്ഞു. അവിടെ നിന്ന് എവിടെ പോയെന്നറിയില്ല. പത്രം ഓഫീസിലേക്ക് പോയിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. ഒന്നും ഭയപ്പെടാനില്ല. എത്രയും പെട്ടെന്ന് പോലീസ് ഗീതയെ കണ്ടുപിടിക്കും. കെന്നഡി ഉറപ്പുകൊടുത്തു. എന്റെ മോള് വല്ല കടുങ്കയും ചെയ്യുമോന്ന എന്റെ പേടി. മരിക്കാൻ തയ്യാറായ നടക്കുന്നത്. അല്ലെങ്കിൽ ആ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുമോ? ദേവുവിന്റെ ശബ്ദം പതറി. പിളറി നിൽക്കുകയായിരുന്നു സീത. ഗീത നഗരത്തിലെ തിരക്കിലൂടെ നടന്നു. പെട്ടെന്നൊരു കാർ പാഞ്ഞു വന്നു. ഗീത ഞൊടിയിടയിൽ ഒഴിഞ്ഞു മാറി. അതിനെ നോക്കി. അതുതന്നെ കൊന്നേനെ എന്ന് അവൾക്കുറപ്പായിരുന്നു. അവൾ അതൊരു യാദർച്ഛിക സംഭവമായിരിക്കുമെന്ന് കരുതി ജനത്തിന്റെ ഒഴുക്കിൽപ്പെട്ടു. ആളുകളും വാഹനങ്ങളും ഹോണുകളും മനുഷ്യ ശബ്ദങ്ങളുമെല്ലാം. ഒരു തിളക്കം അവളുടെ കണ്ണിൽപ്പെട്ടു. ബാറിൽ നിന്നിറങ്ങി വന്ന ഒരു ദീർഘകായന്റെ കയ്യിലെ സ്റ്റീൽ റിങ്ങിൽ പ്രകാശം പതിച്ചതായിരുന്നു. അവർ 3 പേരുണ്ട്. സ്റ്റീൽ വളയുടെ കൈ ഉയർത്തി അയാൾ തലയിൽ നിന്ന് തൊപ്പിയെടുത്തു. മൊട്ടത്തല തിളങ്ങുന്നത് കണ്ടപ്പോൾ ഗീതയുടെ ഉള്ളൊന്ന് കാളി. ആ കൊലയാളികൾ അവരവളുടെ മുന്നിലേക്ക് വന്നു. അധ്യായം 31. ഗീത പെട്ടെന്ന് ഒരു വശത്തേക്ക് മാറി. അവർ 3 പേരും ആളുകളെ തള്ളിമാറ്റി അവളുടെ തൊട്ടുമുന്നിലൂടെ കടന്നുപോയി. അപ്പോഴാ മനുഷ്യൻ തൊപ്പികൊണ്ട് തല മറച്ചിരുന്നു. തന്നെ അവർ കണ്ടില്ല. അവരെവിടേക്കാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഗീത അവരുടെ പിന്നാലെ നടന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവളെ കണ്ടുപിടിച്ചു. അയാൾ സംശയ നിവൃത്തിക്കായി ഒരിക്കൽ കൂടി അവളെ നോക്കി. പത്രത്തിൽ താൻ കണ്ടിട്ടുള്ള ഫോട്ടോ അയാൾ ഓർത്തു. പണ്ടൊരിക്കൽ താൻ അവരെ നേരിൽ കണ്ടപ്പോൾ മുടി ബോബ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുടി നീട്ടിയിരിക്കുന്നു. അയാൾ കയ്യിലിരുന്ന വയർലെസ്സിലൂടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു. അയാൾ വയർലെസ്സിൽ നിന്ന് മുഖമുയർത്തിയപ്പോൾ ഗീതയെ കണ്ടില്ല. ഗീതയെ അവിടെ തടഞ്ഞു നിർത്തുകയെന്നായിരുന്നു നിർദ്ദേശം. അയാൾ അവളെ തേടി മുന്നോട്ടോടി. വായുവിലെന്നവണ്ണം അവൾ അപ്രത്യക്ഷയായി. കോൺസ്റ്റബിൾ പരിഭ്രമിച്ചുപോയി. ഗീതയുടെ വീട്. സീതയും ദേവുവും പരിഭ്രാന്തരായിരുന്നു. അമ്മ അത്രയും ദേഷ്യപ്പെട്ടിട്ടാണ് ചേച്ചി പോയത്. സീത അമ്മയെ കുറ്റപ്പെടുത്തി. ചേച്ചി എന്തു തെറ്റാ ചെയ്തത്? ആ വൃത്തികെട്ടവന്മാരെ അനുസരിക്കാതിരുന്നതോ? അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞതോ? അച്ഛന്റെ മകളാണെങ്കിലും ചേച്ചിക്കുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. എന്റെ ഈശ്വര, ഞാൻ എന്റെ കുട്ടിയെ ഇറക്കി വിട്ടു. ഇപ്പോൾ തോന്നുന്നു ആ ചെകുത്താന്മാരുടെ കൈകൊണ്ട് മരിക്കുകയായിരുന്നു ഇതിൽ ഭേദമെന്ന്. ദേവു കണ്ണീരൊഴുക്കി. ഇങ്ങനെ വിഷമിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും എന്താണ് കാര്യം ദേവു? കെന്നഡിയുടെ അമ്മ ചോദിച്ചു. നിങ്ങൾ സമാധാനിക്ക്. എന്തിനും ഒരു പരിഹാരമില്ലേ? പോലീസ് അവളെ കണ്ടുപിടിക്കും. കെന്നഡിയും റോസ്മേരിയും ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു. ഗീത അതിബുദ്ധിശാലിയാണ്. പക്ഷേ അവൾ നേരിടുന്നത് അതിതന്ത്രശാലിയായ ജയപ്രകാശിനെയാണ്. ഞാൻ എങ്ങനെ സമാധാനിക്കും? ശത്രുക്കളുടെ നടുവിലേക്കാണ് എന്റെ മോൾ പോയിരിക്കുന്നത്. ഈ രാത്രിയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല. ദേവു കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഡ്രൈവർ വന്ന് കെന്നഡിയോട് പറഞ്ഞു. സാർ, കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ്. ഗീതയെ കണ്ടുപിടിച്ചെന്ന്. കെന്നഡി വേഗം കാറിലെ വയർലെസ് സെറ്റിനടുത്തെത്തി. എന്റെ മോളെ. ദേവു ഓടിച്ചെന്നു. കൂടെ മറ്റുള്ളവരും. ഗീതയെ അവിടെ തടഞ്ഞു നിർത്തൂ. ഞാനിതാ പുറപ്പെടുന്നു. ടൈഗർ ഓവർ. കെന്നഡി വയർലെസിന്റെ മൗത്ത് പീസ് വെച്ചു. എന്താ മോനെ, ഗീത എവിടെയാണ്? അമ്മ തിരക്കി. ഗീത ടൗണിലുണ്ട്. ബീറ്റ് പോലീസുകാരൻ കണ്ടുപിടിച്ചു. അവരവളെ അവിടെ നിർത്തും. ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടുവരാം. സമാധാനമായിരിക്കെ. കെന്നഡി എല്ലാവരോടുമായി പറഞ്ഞു. കുഞ്ഞെ, അവൾക്ക് എന്നോട് പിണക്കമായിരിക്കും. ദേഷ്യപ്പെട്ടതിന് അമ്മയോട് ക്ഷമിക്കാൻ പറയണം. ഞാൻ അവളെ ഇനി വേദനിപ്പിക്കില്ല എന്ന് പറയണം. ദേവു കരയുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഒന്നുമില്ലെന്നേ. സ്നേഹമുള്ളിടത്തല്ലേ പിണക്കമുണ്ടാവുകയുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ ഗീത ഇവിടെ ഉണ്ടായിരിക്കും. പോരെ? ദേവുവും സീതയും തലയിളക്കി. വേഗം ചെല്ലുമോനെ, അമ്മ നിർബന്ധിച്ചു. കെന്നഡിയുടെ കാർ പാഞ്ഞുപോയി. മതിലിനടുത്ത് ചില അയൽക്കാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഗീതയുടെ വീട്ടിലേക്ക് വന്നു. ആ 3 പേരും കാറുകൾ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് ചെന്ന് ഒരു കാറിൽ കയറുന്നത് ഗീത കണ്ടു. അവർ തിടുക്കപ്പെട്ട് വേഗം ചെന്ന് അതിൽ കയറുകയായിരുന്നു. ഗീത ഓടിച്ചെന്നപ്പോഴേക്കും കാർ വിട്ടുപോയി കഴിഞ്ഞു. ഒരുവൻ തല വെളിയിലേക്കിട്ട് തന്നെ
തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ ഗീതയുടെ ഉള്ളുന്ന് കാളി. കാർ റിവേഴ്സിൽ വരുമെന്നവൾ കരുതി. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അവൾ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തു. അവർ രക്ഷപ്പെട്ടു പോയാൽ തനിക്കവരെ കണ്ടുപിടിക്കാൻ ഇനിയൊരവസരം ഉടനെ കിട്ടിയില്ലെങ്കിലോ? അടുത്തെങ്ങും ടാക്സിയില്ല. ഓട്ടോറിക്ഷ കിട്ടുന്നിടത്തേക്ക് അവൾ ഓടി. പെട്ടെന്നൊരു കോൺസ്റ്റബിൾ ഗീതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മേഡം, ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം കേൾക്കാൻ ഇപ്പോൾ നേരമില്ല. ഗീത നടന്നു. മേഡം, അയാൾ അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. ഗീത ദേഷ്യപ്പെട്ട് അയാളുടെ തലയ്ക്ക് നേരെ കൈവീശി അടിച്ചു. അയാൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അടികൊണ്ടില്ല. കോൺസ്റ്റബിൾ പകച്ചുനിന്നു. പോലീസുകാരൻ പത്രപ്രവർത്തകയെ കയറിപ്പിടിച്ചുവെന്ന് വാർത്ത വന്നാൽ തന്റെ തൊപ്പി തെറിക്കും. ഗീത ഓട്ടോയിൽ കയറി നിർദ്ദേശം കൊടുക്കുന്നത് അയാൾ കണ്ടു. കോൺസ്റ്റബിൾ വിസിലടിച്ചിട്ടും ഓട്ടോ നിന്നില്ല. ഓട്ടോ തിരക്കിലൂടെ ഓടിപ്പോയി. കോൺസ്റ്റബിൾ അതിന്റെ നമ്പർ കുറിച്ചെടുത്തു. അടികൊണ്ടാലും അവളെ തടയേണ്ടതായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. നിരാശയോടെ അയാൾ വാക്കി ടോക്കിയിലൂടെ മെസ്സേജ് കൊടുത്തു. ആ കാറിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ഗീതയ്ക്ക് സംശയമുണ്ടായിരുന്നു. അത് എവിടേക്കെങ്കിലും തിരിഞ്ഞാൽ തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് വളരെ അത്യാവശ്യമായി ഒരാളെ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ കുറെ കൂടി സ്പീഡിൽ വിടണം, ഗീത ഡ്രൈവറോട് പറഞ്ഞു. അയാൾ വേഗത കൂട്ടി. ഓട്ടോ ഹോണടിച്ചുകൊണ്ട് 1-2 വാഹനങ്ങളെ പിന്നിലാക്കി പാഞ്ഞു. ഏതെങ്കിലും ഹവാലക്കാരനെയോ കുംഭകോണക്കാരനെയോ പിടിക്കാനാണോ? ഡ്രൈവർ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. ഗീത ഒന്നും പറഞ്ഞില്ല. അയാൾ തുടർന്നു. ഹിന്ദുസ്ഥാൻ ടുഡേയിലെ റിപ്പോർട്ടർ ഗീതയല്ലേ? നിങ്ങളെ എനിക്കറിയാം. ഒരു വളവ് തിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഗീതയ്ക്ക് അത്ഭുതം തോന്നി. നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരായ ഓട്ടോ ഡ്രൈവർമാരും ഗീതയുടെ പരമ്പരകൾ വായിച്ച് ആവേശം കൊള്ളാറുണ്ട്. എല്ലാ പത്രക്കാരും നിങ്ങളെപ്പോലെയായാൽ ഒരു മന്ത്രിയും രാഷ്ട്രീയക്കാരനും അനങ്ങൂല. കള്ളന്മാരെല്ലാം വെളിയിൽ വരും. ഗീത ആ കാർ മുന്നിൽ കണ്ടു. കുറച്ചുകൂടി അടുത്തു ചെന്നപ്പോൾ അത് തന്നെയാണെന്നുറപ്പായി. ആ കാറിന്റെ പിന്നാലെ പോകണം. അവർക്ക് സംശയമൊന്നും തോന്നരുത്, ഗീത നിർദ്ദേശിച്ചു. ഡ്രൈവർ ശിരസിലക്കി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ വളവ് തിരിഞ്ഞ് ഒരു വലിയ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. ഇവിടെ നിർത്തിയാൽ മതി, ഗീത നിർദ്ദേശിച്ചു. ഓട്ടോറിക്ഷ നിന്നു. അവൾ ഇറങ്ങി. കൂലി വാങ്ങാൻ നേരം അയാൾ ചോദിച്ചു. എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഞാൻ കാത്തു നിൽക്കാം. വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ വണ്ടി തിരിക്കരുത്. അല്പം കൂടി മുന്നോട്ട് പോയിട്ട് തിരിച്ചു പോകുക. അയാൾ അനുസരിച്ച് മുന്നോട്ട് പോയി. ഗീത ഇരുട്ടിലൂടെ ഗേറ്റിനടുത്തെത്തി. അകത്തെ വീടിന് മുന്നിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. കാറിനടുത്തോ പരിസരത്തോ ആരും ഉണ്ടായിരുന്നില്ല. ഗീത ഗേറ്റിലൂടെ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കടന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പരതി നടന്നു. ഒരിടത്തും അനക്കമില്ല. കാറിനടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കി. അതിനുള്ളിൽ 1-2 പൊതികളുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ശബ്ദം കേട്ട് ഗീത ഇരുളിൽ മറിഞ്ഞ് മാർജാരനെ പോലെ പതുങ്ങി നിന്നു. നഗരത്തിന്റെ ആ ഭാഗത്ത് താൻ ആദ്യമായി വരികയാണെന്ന് ഗീത ഓർത്തു. 2 നിലകളുള്ള ഒരു പഴയ വീടാണത്. വെളിച്ചമുള്ള ജനലുകളിലൊന്നും ഒരാളുടെ ചലനം കാണാനില്ല. എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ട് ഗീത അറിയാതെ വിറച്ചുപോയി. ഒരു ബിയർ ടിൻ തെറിച്ച് അവളുടെ കാലിൽ വന്നടിച്ച് നിന്നപ്പോൾ ഒരു വെടിയുണ്ട തറച്ചതുപോലെ ശ്വാസം നിലച്ചുപോയി. റോഡിലൂടെ ഒരു വാഹനം കടന്നുപോയി. ഗേറ്റിലൂടെ വന്ന വെളിച്ചം തന്റെ ദേഹത്ത് പതിച്ചപ്പോൾ പിടിക്കപ്പെട്ടതുപോലെ ഉള്ളിലൊരാന്തലുണ്ടായി. അപ്പോൾ തന്നെ കെട്ടിടത്തിന്റെ വലതുഭാഗത്തു നിന്ന് നടന്നു വരുന്ന ആളെ അവൾ കണ്ടു. ആ ടിൻ അയാളുടെ ഷൂസ് തട്ടി തെറിച്ചു വന്നത് അവിടെ നിന്നായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇരുളിലായി. ഗീത കുറെ കൂടി പിന്നിലേക്ക് മാറി ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടിയത് ഒരു ടിന്നിലാണെന്ന് മനസ്സിലായി. അയാൾ കാർ തുറക്കാൻ തുടങ്ങുകയായിരുന്നു. ടിൻ ഉരുളാതെ അവൾ ചവിട്ടി നിർത്തി. അത് മൊട്ടത്തലയനായിരുന്നില്ല, മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു. ജയ, നമ്മുടെ പണിക്കാരെ നാളെ തന്നെ അയക്കണം. ഇനിയും അത് പൊളിച്ചു മാറ്റാൻ താമസിക്കരുത്. ഇരുളിൽ നിന്നൊരു ശബ്ദം. ആ മനുഷ്യൻ ശിരസിളക്കി. തിരിച്ചു പോവുകയാണ് അയാളെന്ന് അവൾ ഓർത്തു. ഇരുട്ടിൽ നിന്നവനെ കണ്ടില്ല. കാർ റിവേഴ്സിൽ റോഡിലിറങ്ങി. അയാൾ തന്നെ ഇറങ്ങി ഗേറ്റ് അടച്ചിട്ട് ഓടിച്ചുപോയി. ഗീത ഒന്ന് നിശ്വസിച്ചു. അയാൾ തന്നെ കണ്ടില്ല. ആ മനുഷ്യൻ വന്ന ഭാഗത്തുകൂടി ഗീത അകത്തേക്ക് ചെന്നു. ആ കെട്ടിടത്തിന്റെ പിന്നിൽ വലിയൊരു ഷെഡുണ്ടായിരുന്നു. അതിൽ 4-5 പഴയ ട്രക്കുകൾ കിടക്കുന്നു. ഗീത അതിൽ തന്നെ നോക്കി നിന്നു. അത്തരമൊരു ട്രക്കാണ് തങ്ങളുടെ കാറിൽ വന്നിടിച്ചതെന്നും അച്ഛനെ കൊന്നതെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഇടിച്ച് തകർക്കപ്പെട്ടതുപോലെയാണ് എല്ലാ വാഹനങ്ങളുടെയും മുൻഭാഗം കാണപ്പെട്ടത്. ഇടിച്ച വണ്ടികളുടെ ഗോഡൌൺ ആയിരുന്നു അത്. പെട്ടെന്നൊരു തണുത്ത ശബ്ദം അവളെ മരവിപ്പിച്ചു കളഞ്ഞു. നീ പിന്നെയും വന്നോടി.
അല്പം മുമ്പ് കേട്ട ശബ്ദം. ഗീത ചുമലിന് മുകളിലൂടെ തലതിരിച്ചു നോക്കി. പിന്നിൽ ആരെയും കണ്ടില്ല. വെളിച്ചമുള്ളൊരു ജനലിന്റെ വിടവിലൂടെയാണ് ശബ്ദം വന്നത്. ഈ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതെനിക്ക് ഇഷ്ടമാ. ഒരു സ്ത്രീ ശബ്ദം. ഗീത അടുത്തേക്ക് ചെന്നു. ആ പഴയ ജനലിന് കൊളുത്തുകളില്ലായിരുന്നു. തടിച്ച ശരീരമുള്ള ഒരു സ്ത്രീ അയാളുടെ മുടിയില്ലാത്ത ശിരസിൽ പ്രേമത്തോടെ തടവുന്നു. അയാൾ അവളെ കരവലയത്തിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത പഴയ കട്ടിലിരുന്ന് പുകവലിച്ചു കൊണ്ടിരുന്ന മറ്റൊരാളും അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ഇളകിച്ചിരിച്ചുകൊണ്ട് ഒരു കൈയാൽ അയാളുടെ മുഖം ചേർത്ത് പിടിച്ചു. ഗീത അവരെ വിട്ട് ഗോഡൌണിലേക്ക് വന്നു. മുന്നിൽ ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരു ട്രക്ക് അവൾ കണ്ടു. ആ അപകടം അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. തന്റെ അച്ഛനെ കൊന്ന ട്രക്ക്, ആ കൊലയാളികൾ. ഈ ട്രക്ക് പൊളിച്ചു മാറ്റുന്നതിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഗീത വർക്ക്ഷോപ്പിലെ ട്യൂബിന്റെ വെളിച്ചത്തിൽ ആ വാഹനങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചു. ഒരു ട്രക്കിനടിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നായ പെട്ടെന്ന് എഴുന്നേറ്റ് കുരച്ചു. അവൾ നടുങ്ങി വിറച്ച് മറിഞ്ഞു വീണു. ഗീതയെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ തിരിച്ചു വന്നപ്പോൾ പോലീസുകാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിസിലടിച്ചാൽ നിനക്ക് നിർത്താൻ മേല അല്ലേടാ? കോൺസ്റ്റബിൾ ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ കേട്ടില്ല, ഡ്രൈവർ പറഞ്ഞു. നീയാ പെൺകുട്ടിയെ എവിടെയാ കൊണ്ടുപോയി വിട്ടത്? ആരെ? ഗീതയെയോ? അതെ. പോലീസുകാരൻ അയാളെ ജിജ്ഞാസയോടെ നോക്കി. അല്പം അകലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാർ കിടക്കുന്നുണ്ടായിരുന്നു. ഗീത ആ കെട്ടിടത്തിനുള്ളിൽ കയറിയത് ആരും കണ്ടില്ല. അവിടെ ഉള്ളവരുടെ സീൽക്കാരങ്ങളും ചിരികളും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒരു മുറിയിൽ ഫോണിരിക്കുന്നത് അവൾ കണ്ടു. അടുത്ത മുറിയിൽ നിന്ന് വരുന്ന വെളിച്ചമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഗീത ഫോണെടുത്ത് നാസറെ വിളിച്ചു. അയാളെ ലൈനിൽ കിട്ടിയപ്പോൾ ഗീത ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗീതയാ, ഞാൻ ആ കൊലയാളികളെ പിടിച്ചു. നാസർ വേഗം പുറപ്പെട്ടു വരണം. നാളത്തെ പത്രത്തിലേക്കൊരു ഷോക്കിംഗ് ന്യൂസ്. പൂർത്തിയാക്കുന്നതിന് മുമ്പ് ടെലിഫോൺ ലൈൻ വലിച്ചു പൊട്ടിക്കുന്ന ശബ്ദം അവൾ കേട്ടു. ലൈറ്റ് തെളിഞ്ഞു. മൊട്ടത്തലയൻ കൊലയാളി അവളുടെ മുന്നിൽ നിന്ന് ചിരിച്ചു. പാന്റ് മാത്രം ധരിച്ച അയാളുടെ ദേഹം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. പത്രത്തിനൊരു ഷോക്കിംഗ് ന്യൂസ് കൊടുക്കാം. അയാൾ ചിരിച്ചുകൊണ്ട് സ്റ്റീൽ വളയുള്ള കയ്യിൽ പ്ലാറ്റിനം പോലെ തിളങ്ങുന്ന ഒരു കഠാര ഉയർത്തി. അപ്പോൾ മറ്റേയാൾ വന്ന് വാതിലടച്ചു. 2 മരണങ്ങൾ നടക്കുന്നത് മരവിച്ചു നിന്ന ഗീതയുടെ മങ്ങുന്ന കണ്ണുകൾ കണ്ടു. തുടരും.